സാധ്യമല്ലാത്തതായി ഒന്നിനെയും അത്രയങ്ങ് കണ്ട് സമ്മതിച്ചു തരാത്ത പ്രകൃതമുള്ള ഒരാൾ. ചില കടങ്കഥകൾ നമ്മെ വിസ്മയിപ്പിച്ച് നിലകൊള്ളുന്നത് പോലെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ജീവിത പന്ഥാവുകളിൽ സ്നേഹവും കരുതലും കൊണ്ട് അടയാളപ്പെടുന്ന ഒരാളുണ്ടാവും. മറിച്ച് ചിലര് അങ്ങനെ പ്രിയമുള്ള ഒരാൾ, ആ ആളിന്റെ പേര് ഡോക്ടർ ജി ബാലചന്ദ്രൻ. 1981 ഒക്ടോബർ മാസം 17 ആലപ്പുഴ സനാതനധർമ്മ കോളേജിൽ ജൂനിയർ ലെക്ചററായി പ്രവേശിച്ച് ദീർഘമായ 32 വർഷം അധ്യാപന സപര്യയിൽ അല്പം ശ്രദ്ധേയമായി തന്നെ വിരാജിച്ച ഒരു അധ്യാപകൻ. 31/5/2013 വ്യവസ്ഥാബന്ധിതമായ ചുമതലകളിൽ നിന്ന് വിരമിക്കുമ്പോൾ വേറിട്ട വ്യക്തിത്വമുള്ള ഗുരുനാഥനാണ് ആയിരക്കണക്കിന് ശിഷ്യർക്ക് ജി ബാലചന്ദ്രൻ എന്ന GB സാർ. നമ്മുടെ പ്രിയപ്പെട്ട ബാലചന്ദ്രൻ സാറിനെ GB എന്നാണ് എല്ലാവരും വിളിക്കാറുള്ളത്. ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്നതും അതുതന്നെയാണ്. GB ആരാണ് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം GB ആര് അല്ലായിരുന്നു എന്ന് പറയുന്നതാണ്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നുവെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ടും അതുപോലെ തന്നെ ഒരു തൊഴിലാളിയായിട്ടും ചില സമയങ്ങളിൽ ഒരു രാഷ്ട്രീയക്കാരനായിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വിദഗ്ധ ഇലക്ട്രോണിക് എഞ്ചിനീയറായിട്ടുമൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഏതാണ്ട് ഒരു 30 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ സാധിച്ചത് വളരെ വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നും എപ്പോഴും എന്തിനും നമുക്ക് ധൈര്യത്തോടെ ആശ്രയിക്കാവുന്ന ഒരു പച്ചയായ മനുഷ്യൻ, എല്ലാവരെയും അങ്ങേയറ്റം സ്നേഹിക്കുകയും അതുപോലെ തന്നെ ഒരിക്കലും ആ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അറിയാത്ത ഒരു വ്യക്തിത്വമാണ് ബാലചന്ദ്രൻ സാറിനുള്ളത്. അദ്ദേഹം വാസ്തവത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ ഏതാണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ധൈര്യം തന്നെ ഒഴുകിപ്പോയതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്താവശ്യത്തിനും ന്യായമായ ഒരു കാര്യമാണെങ്കിൽ ചങ്കൂറ്റത്തോടെ നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. ബാലചന്ദ്രൻ സാറ് ആരാണെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് നമുക്ക് പറയാനായിട്ട് മറുപടി ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം വാസ്തവത്തിൽ വളരെയധികം നമ്മളെയൊക്കെ സ്വാധീനിക്കുകയും അതുപോലെ തന്നെ ചിന്തിപ്പിക്കാനും ബാലചന്ദ്രൻ സാറിന് സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. അന്ന് അവസാനമായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ സെക്യൂരിറ്റി നീട്ടിത്തന്ന ആ രജിസ്റ്ററിൽ പേരും വിലാസവും അതുപോലെ തന്നെ ഒപ്പും ഇട്ടപ്പോൾ വാസ്തവത്തിൽ എൻ്റെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു മരവിപ്പായിരുന്നു. വാസ്തവത്തിൽ ആ മരവിപ്പ് ഇന്നും മാറിയോ എന്നൊരു സംശയവും എനിക്കുണ്ട്. നിലപാടുകളുടെ കാവലാൾ എന്ന ശ്രദ്ധ നേടിയ യൗവന കാലഘട്ടം മുതൽ മാനവികത എന്ന സങ്കല്പത്തെ തന്നിലേക്ക് സന്നിവേശിപ്പിച്ചിരുന്ന വേറിട്ട വ്യക്തിത്വമായിരുന്നു ബാലചന്ദ്രൻ്റേത്. ഡോക്ടർ ബാലചന്ദ്രൻ, പ്രൊഫസർ ബാലചന്ദ്രൻ, ബാലചന്ദ്രൻ സാർ, GB സാർ, കൂട്ടുകാരുടെ GB, ഇളയ തലമുറക്കാരുടെ അണ്ണൻ എന്നിങ്ങനെ എത്ര സംബോധനകൾ. ഏവർക്കും പ്രിയങ്കരനായിരുന്നു അദ്ദേഹം. ഡോക്ടർ ജി ബാലചന്ദ്രൻ സാർ നമ്മളെ വേർപെട്ട് ഒരു സംവത്സരം പിന്നിടുന്ന ഈ വേളയിൽ വൈവിധ്യവും ആദർശനിഷ്ഠവുമായ ആ ജീവിതത്തിലേക്ക് ഒരു ജാലകക്കാഴ്ച ഒരുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സിൻ്റെ ഹെഡാണ്. ജി ബാലചന്ദ്രൻ സാർ, നമ്മുടെ എല്ലാം സ്വന്തം GB സാർ, നമ്മളെ വിട്ടുപോയിട്ട് 1 വർഷം കഴിയുകയാണ്. ആരായിരുന്നു GB സാർ? ഒരു വിദ്യാർത്ഥിയായി നമ്മുടെ ഈ ക്യാമ്പസിലേക്ക് കടന്നു വരികയും കൊമേഴ്സ് സബ്ജക്റ്റിനോടൊപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുകളിൽ അദ്ദേഹം പ്രാവീണ്യം നേടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പിതാവ് കൊമേഴ്സ് വിഭാഗത്തിലെ പ്രഗത്ഭനായ ഒരു അധ്യാപകനായിരുന്നു. 1981 മുതൽ 2013 വരെ GB സാർ കൊമേഴ്സ് വിഭാഗത്തിലെ ഒരു പ്രഗത്ഭനായ അധ്യാപകനായിരുന്നു. ആരായിരുന്നു GB സാർ എന്ന് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ GB സാറിനുള്ള സ്ഥാനം അവരുടെയൊക്കെ മനസ്സിൽ വളരെ വലുതാണ്.
വിദ്യാർത്ഥികളെ ശാസിക്കുന്ന കാര്യത്തിലും സ്നേഹിക്കുന്ന കാര്യത്തിലും ജി ബി സാറിൻ്റെതായ ശൈലിയിലുണ്ടായിരുന്നു. അധ്യാപക ജീവിതത്തിനോടൊപ്പം തന്നെ അദ്ദേഹം കൂടെ കൊണ്ടു നടന്ന ഒന്നാണ് സാമൂഹ്യ സേവനം. ആലപ്പുഴയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്നും വ്യാപൃതനായിരുന്നു ജി ബി സാർ. അത്താഴക്കൂട്ടം എന്ന പേരിൽ വിശപ്പ് രഹിത ആലപ്പുഴ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ജി ബി സാറാണ്. അതിനോടൊപ്പം SC കോളേജിലെ തന്നെ ഏറ്റവും വലിയ അലൂമിനി അസോസിയേഷനിൽ ഒന്നായ മൈറ്റി കൊമേഴ്സ് തുടങ്ങുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ ജി ബി സാറാണ്. അതുകൊണ്ട് ഒരിക്കലും SC കോളേജിലെ വിദ്യാർത്ഥികൾക്കും ജി ബി സാറിനെ മറക്കാൻ സാധിക്കില്ല. കളർകോട് ബാലരംഗം വീട്ടിൽ സനാതനധർമ്മ കോളേജ് കോമേഴ്സ് വിഭാഗം അധ്യാപകൻ പ്രൊഫസർ ഗോവിന്ദക്കുറുപ്പ് സാറിന്റെയും തിരുവമ്പാടി ഹൈസ്കൂൾ അധ്യാപിക ഹീരാദേവി ടീച്ചറിന്റെയും മക്കളിൽ മൂന്നാമനായി ജനിച്ച ബാലചന്ദ്രൻ. കമലാദേവി, ജി ബാലഗോപാൽ, ജി ബാലകൃഷ്ണൻ എന്നിവർ സഹോദരങ്ങൾ. കളർകോട് ഗവൺമെന്റ് LP സ്കൂൾ, തിരുവമ്പാടി ഹൈസ്കൂൾ, SDV ഹൈസ്കൂൾ എന്നീയിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം. ആലപ്പുഴ സനാതനധർമ്മ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി, കോമേഴ്സ് ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നിങ്ങനെ കരസ്ഥമാക്കി. 1981 ഒക്ടോബറിൽ താൻ പഠിച്ച കലാലയത്തിൽ തന്നെ അധ്യാപകനായി ജീവിതായോധനത്തിന് തുടക്കമായി. ക്യാമ്പസിൽ കൂട്ടുകാരനായും ക്ലാസ് മുറിയിൽ ഗുരുനാഥനായും മാറുന്ന രസകരമായ ഒരു പരിണാമം. അത് പ്രകടിപ്പിക്കാൻ അറിയുന്ന കൈയടക്കം ബാലചന്ദ്രൻ സാറിന്റെ സിദ്ധികളിൽ ഒന്നായിരുന്നു. കുട്ടിക്കാലം മുതൽ കലാകായിക രംഗങ്ങളിൽ ഒരേപോലെ തൽപരനായിരുന്ന ബാലചന്ദ്രൻ സ്കൂൾ കബഡി, ക്രിക്കറ്റ് ടീമുകളിൽ മുൻനിര കളിക്കാരനായിരുന്നു. അത്ലറ്റിക്സിൽ മൈതാനങ്ങളിലെ ശ്രദ്ധേയ താരമായി കോളേജ് തലത്തിലും നിറഞ്ഞു നിന്നു. അടിസ്ഥാനമായി അഭിനയകല ഉള്ളിൽ നിലനിന്നത് കഥകളി അഭ്യസനത്തിനും കളിവിളക്കിന് പിന്നിലെ വേഷപ്പകർച്ചയ്ക്കും യോഗ്യനാക്കി. കഥകളിക്കേറെ ആസ്വാദകരുള്ള നാടായ കളർകോട്ട് ബാലചന്ദ്രന്റെ വേഷപ്പകർച്ച പലപ്പോഴും ശ്ലാഘിക്കപ്പെട്ടു. ബാലചന്ദ്രനുമായി എനിക്ക് 60 വർഷത്തിലേറെയുള്ള ബന്ധമുണ്ട്. ഈ അനുസ്മരണ സമ്മേളനം നടക്കുന്ന സ്കൂളിൽ തന്നെയാണ് 62 വർഷങ്ങൾക്ക് മുൻപ് ഞാനും ചന്ദ്രനും 1-ാം ക്ലാസ്സിൽ ചേർന്നത്. പിന്നീടുള്ള ഞങ്ങളുടെ വിദ്യാഭ്യാസം ഏതാണ്ട് ഒരുമിച്ച് തന്നെയായിരുന്നു. പഴവീട് ഹൈസ്കൂളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ശശിയും ഞങ്ങളുടെ കൂടെ ചേരുകയും പിന്നീടൊരു മൂവർ സംഘമായി മാറുകയും ചെയ്തു. ഞങ്ങൾ ശരാശരി വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു. കോളേജിലേക്ക് എത്തിച്ചേരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിലും സംഗീതത്തിലുമൊക്കെ താല്പര്യമുണ്ടാകുന്നത്. ഞങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി അതിൻ്റെയൊക്കെ ടെക്നോളജി മനസ്സിലാക്കാനുള്ള താല്പര്യമായിരുന്നു ചന്ദ്രന് കൂടുതലായി ഉണ്ടായിരുന്നത്. അക്കാലത്ത് ഗ്രാമഫോൺ റെക്കോർഡുകളുടെയും വിവിധതരം ടേപ്പ് റെക്കോർഡറുകളുടെയും ഒരു ശേഖരം തന്നെ ചന്ദ്രൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫിയുടെ പിന്നാമ്പുറങ്ങൾ പഠിക്കുവാൻ ഞങ്ങൾ മുല്ലക്കൽ സ്റ്റുഡിയോ ഉണ്ടായിരുന്ന കളർകോടുകാരനായ ഞങ്ങൾ അണ്ണൻ എന്ന് വിളിക്കുന്ന നാരായണൻ നായരുടെ ശിഷ്യത്വമാണ് സ്വീകരിച്ചത്. കുറേ നാൾ കാലുപിടിച്ച് നടന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഡാർക്ക് റൂമിലേക്ക് പ്രവേശനം അനുവദിച്ചത്. പക്ഷെ അതൊരു വലിയ സംഭവമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു അനുഭവമായിരുന്നു. ഫിലിമിലുള്ള നെഗറ്റീവ് ചിത്രം ഒരു എൻലാർജർ ഉപയോഗിച്ച് വെളുത്ത പേപ്പറിലേക്ക് കൃത്യമായ സമയം കൊണ്ട് സന്നിവേശിപ്പിച്ച് അത് ഒരു കെമിക്കൽ അടങ്ങിയിട്ടുള്ള ലിക്വിഡിലിട്ട് അതിനകത്ത് ആ ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് ഞങ്ങൾ കാണാനായിട്ട് കാത്തിരിക്കുമായിരുന്നു. അതൊരു ഭയങ്കര അത്ഭുതവും സന്തോഷവും ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്നാൽ അതിനുപയോഗിച്ചിരുന്ന രാസപദാർത്ഥങ്ങൾ പ്രതിപ്രവർത്തിച്ച് ചന്ദ്രന്റെ ശരീരത്തിൽ വെളുത്ത പാടുകൾ സൃഷ്ടിക്കുകയും അവ തെളിഞ്ഞ് പിന്നീട് വരികയും ചെയ്തു. വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അത്തരം ഒരു അസുഖമുണ്ടാകുമ്പോൾ സാധാരണക്കാർ വളരെ പെട്ടെന്ന് ഉൾവലിഞ്ഞു പോകും. എന്നാൽ ചന്ദ്രൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. തൻ്റെ രൂപമാറ്റം പോലും ചന്ദ്രൻ തമാശയാക്കാൻ തയ്യാറായിരുന്നു പലപ്പോഴും. വലിയ രാഷ്ട്രീയ പ്രവർത്തകരൊന്നും ആയിരുന്നില്ലെങ്കിലും രാഷ്ട്രീയം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്നും ചന്ദ്രന് അതിലുണ്ടായ വഴിത്തിരിവുകൾ എന്തൊക്കെയായിരുന്നുവെന്നും ഞാൻ ഹ്രസ്വമായി പറയാം. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തുടങ്ങിയ ഇടതുപക്ഷ ആഭിമുഖ്യം ക്രമേണ തീവ്ര വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി സന്ധി ചേരുവാൻ തൽപരനാക്കി. 60കളുടെ അവസാനം മുതൽ 80കളുടെ പകുതി വരെ കേരളത്തിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ച CPI-ML അംഗമായി പ്രവർത്തിച്ചു. തെരുവു നാടകങ്ങളും കളിയരങ്ങുകളും വ്യാപകമായി സംഘടിപ്പിക്കപ്പെട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ജനകീയ നാടകകാരനായി. മിത്രമായ നാടക സംവിധായകൻ PM ആന്റണിയുടെ ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് നാടകം നിരോധിക്കപ്പെട്ടപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ സജീവ നേതൃത്വം ബാലചന്ദ്രൻ ഏറ്റെടുത്തു.
CPI-ML പ്രവർത്തനങ്ങളെ തുടർന്ന് സംഗമിച്ച മിത്രസംഘങ്ങളുമൊത്ത് ജനമൈത്രി എന്ന ജനകീയ പ്രസ്ഥാനത്തിന് രൂപം നൽകപ്പെട്ടതും ബാലചന്ദ്രന്റെ ചിന്തകളിൽ നിന്നാണ്. ധീഷണശാലിയായ ഇസ്താഖ് സാറിനൊപ്പം ബാലചന്ദ്രൻ നടത്തിയ സാമൂഹ്യ ഇടപെടലുകൾ അക്കാലത്ത് മാറ്റങ്ങളുടെ അലയൊലികൾക്ക് ശക്തി പകർന്നു. ആരാലും പരിഗണിക്കപ്പെടാതെ നിലകൊള്ളുന്ന നിർധന കുടുംബങ്ങൾക്ക് പുരമേഞ്ഞു കൊടുക്കുക, കുട്ടികളിൽ പൊതുവിജ്ഞാന വർധനവിനുതകുന്ന ക്ലാസുകൾ സംഘടിപ്പിക്കുക, അശരണരായവർക്ക് മരുന്നെത്തിച്ചു നൽകൽ, അവധിക്കാല കളരികൾക്ക് രൂപം നൽകുക എന്നിങ്ങനെ ശ്രദ്ധേയമായ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ പിന്നിലെ ബുദ്ധികേന്ദ്രം ബാലചന്ദ്രൻ എന്ന ഏറെ സ്വപ്നങ്ങൾ കാണുന്ന ചെറുപ്പക്കാരനായിരുന്നു. ST കോളേജിൽ 1ാം വർഷ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. തുടർന്നുണ്ടായ സംഭവഗതികൾ ഞങ്ങളെ രാഷ്ട്രീയ കാര്യങ്ങളിൽ തൽപരരാക്കി. കോളേജ് വിദ്യാഭ്യാസം കഴിയുന്നതോടെ തന്നെ ഞങ്ങൾ മൂവരും തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പൂർണ്ണസമയ പ്രവർത്തകരായി മാറി. 2-3 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രസ്ഥാനം തകരുകയും ഞങ്ങൾ വിശാലമായ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ഞങ്ങൾക്ക് ആലപ്പുഴയിലെ തൊഴിലാളി വർഗത്തിന്റെ ചരിത്രവും പുന്നപ്രവയലാർ സമരചരിത്രവും പഠിക്കുന്നതിന് ആയിട്ട് ഒരു പഠനസമിതി രൂപീകരിച്ചു. ഇസ്താഖ് സാറുമായി ആ സമയത്താണ് ഞങ്ങൾക്ക് അടുത്ത ചങ്ങാത്തം ഉണ്ടാകുന്നത്. ഞങ്ങളുടെ പഠനസമിതിയിൽ ഇസ്താഖ് സാറ്, ഞാൻ, ചന്ദ്രൻ, ശശി, അജിത്ത്, രാജേന്ദ്രൻ, ഷാജി, ഗോപൻ, സുരേഷ്, ഇങ്ങനെ 10-12 പേരോളം ഉണ്ടായിരുന്നു. ശവക്കോട്ടപ്പാലത്തിനടുത്തുള്ള തിരുവിതാംകൂർ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ ഓഫീസിൽ ധാരാളം രേഖകൾ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പഴയ നോട്ടീസുകളും ലഘുലേഖകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞങ്ങൾ പോയി വായിക്കുകയും അതൊന്ന് കുറിപ്പുകൾ എടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പുന്നപ്രവയലാർ സമര നായകന്മാരായിരുന്ന PK ചന്ദ്രാനന്ദൻ, KS ബെൻ, PK കുഞ്ഞ്, കരുണാകരൻ, ശങ്കരനാരായണൻ തമ്പി എന്നിവരും ഒക്കെയായി ഉള്ള അഭിമുഖങ്ങൾ നടത്തി. ആദ്യത്തെ മന്ത്രിസഭയിലെ സ്പീക്കറായിരുന്ന ശങ്കരനാരായണൻ തമ്പിയെ തിരുവനന്തപുരത്ത് പോയി ആണ് അഭിമുഖം എടുത്തത്. മറ്റുള്ളവരെല്ലാം ശശിയുടെ വീടായ കുന്നുതറയിൽ മരത്തണലിരുന്നാണ് അവർ ഞങ്ങളുമായി അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചത്. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയെന്നോണമാണ് കളർകോട് കൈതവന ഭാഗങ്ങളിലെ ആൾക്കാരുമായി ചേർന്നുകൊണ്ട് ജനമൈത്രി എന്നൊരു ജീവകാരുണ്യ പ്രസ്ഥാനം രൂപീകരിച്ചത്. അക്കാലത്ത് CPM പ്രവർത്തകർ അതോട് ആത്മാർത്ഥമായി സഹകരിച്ച മൂലം അതൊരു വൻ വിജയമാക്കി മാറ്റുവാൻ കഴിഞ്ഞു. പിൽക്കാലത്ത് DYFI പോലെയുള്ള സംഘടനകൾ കയ്യേറ്റ പ്രവർത്തനങ്ങളുടെ ഒരു ആദ്യ രൂപമായിരുന്നു അതെന്ന് വേണമെങ്കിൽ കരുതാം. അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ചന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഫിലിം സൊസൈറ്റികൾ കേരളത്തിൽ സജീവമായപ്പോൾ 80കളിൽ ആലപ്പുഴയ്ക്കും ഉണ്ടായി ചലന എന്ന പേരിൽ ഒരു ഫിലിം സൊസൈറ്റി. ക്ലാസിക് സിനിമകളുടെ പ്രദർശനം മാസം തോറും നടത്തിയിരുന്ന ചലനയുടെ ചാലകശക്തിയും ബാലചന്ദ്രന്റെ കൈകളിലായിരുന്നു. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ ചലന എന്നൊരു ഫിലിം സൊസൈറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ചലച്ചിത്ര പ്രദർശനങ്ങൾക്കൊപ്പം ചലച്ചിത്ര നിരൂപണങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ചെസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ടൂർണമെൻറ്റുകൾ ധാരാളം സംഘടിപ്പിച്ചു. പിന്നീട് PM ആൻ്റണിയുടെ നാടക പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു. അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ഇതിന് സമാന്തരമായി നടന്നിരുന്നു. ചന്ദ്രൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ അവിടുത്തെ അന്തരീക്ഷം തമാശകൾ കൊണ്ട് ലഘുവാക്കും. അങ്ങനൊരു വലിയ കഴിവുണ്ടായിരുന്നു. പക്ഷെ ചന്ദ്രൻ ഏറ്റവും ടെൻസ്ഡ് ആയിട്ട് ഞാൻ കണ്ടത് ചന്ദ്രൻ്റെ വിവാഹത്തിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലായിരുന്നു. 1982 ഡിസംബർ 16 ബാലചന്ദ്രൻ വിവാഹിതനായതും ആർഭാടം കൊണ്ടല്ല, ആവിഷ്കാരം കൊണ്ട് ശ്രദ്ധേയമായി. അച്ഛൻ്റെയും വീട്ടുകാരുടെയും വിയോജിപ്പുകളെ അതിജീവിച്ചൊരു മാംഗല്യം. കൈതവന പത്മസദനത്തിൽ ആനന്ദവല്ലി ഒരുവിധ മത ആചാരങ്ങളുമില്ലാതെ സ്വന്തം ജീവിതസഖിയായി ബാലചന്ദ്രൻ ഒപ്പം കൂട്ടി. ചന്ദ്രന്റെ വിവാഹത്തിന് ധാരാളം എതിർപ്പുകളുണ്ടായിരുന്നു. അതിന് അവരുടേതായിട്ടുള്ള ആ എതിർപ്പുകൾ ഉന്നയിക്കുന്നതിൻ്റെ കാരണങ്ങളുണ്ടായിരുന്നു. വളരെ വലിയ സംഘർഷങ്ങൾക്കിടയിലും തൻ്റെ തീരുമാനത്തിൽ നിന്ന് അണുവിട പുറകോട്ട് പോകാൻ ചന്ദ്രൻ തയ്യാറായില്ല എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അന്ന് ചന്ദ്രൻ്റെ സാക്ഷിയായിട്ട് ഞാനും ആനന്ദവല്ലിയുടെ സാക്ഷിയായിട്ട് ശശിയും നിന്നിട്ടാണ് ആ വിവാഹം രജിസ്റ്റർ ചെയ്തത്. ചന്ദ്രൻ്റെ 10-20 സുഹൃത്തുക്കൾക്ക് ചായയും വടയും വാങ്ങിക്കൊടുത്തു എന്നുള്ളതായിരുന്നു ആ വിവാഹത്തിൻ്റെ ഏക ആർഭാടം. ഇതിനിടയിൽ ഞാനും ശശിയും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളാൽ പല സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് മാറിപ്പോയി.
ഞങ്ങളുടെ നിരന്തര സമ്പർക്കം അതോടെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ചന്ദ്രൻ അപ്പോഴും ഇടതുപക്ഷവുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ജനകീയ ആസൂത്രണം പോലെയുള്ള പരിപാടികളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പൊതുരംഗത്തുള്ള അഴിമതിയെക്കുറിച്ച് ചന്ദ്രൻ വലിയ ആശങ്കകൾ പ്രകടിപ്പിക്കുമായിരുന്നു. രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ഭരണകക്ഷിയുടെ അഴിമതി ഭരണത്തിനെതിരെ ഉയർന്നു വന്ന ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന പ്രസ്ഥാനത്തിൽ ചന്ദ്രൻ ആകർഷണനാവുകയും 2011-12 കാലങ്ങളിലാണ്. തുടർന്ന് ആം ആദ്മി പാർട്ടി ജനിച്ചപ്പോൾ അതിനോട് അനുഭവം കാണിക്കുകയും പിന്നീട് അതിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ ബാലേന്ദ്ര സാറുമായിട്ട് പരിചയപ്പെടുന്നത് തന്നെ 2014 ആ 14 മുതൽ ആം ആദ്മി എന്ന AAP എന്ന പാർട്ടി ആലപ്പുഴയിൽ രൂപം നൽകുന്ന ആ സമയത്ത് പരിചയപ്പെടുകയും അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു ഇടപെടലുകൾ വളരെ നിസ്വാർത്ഥ സേവനത്തിൻ്റെയും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അദ്ദേഹം. കാരണം എല്ലാ ജനവിഭാഗങ്ങൾക്കും വളർച്ചയുടെ ഭാഗത്തേക്ക് കൊണ്ടുവെത്തിക്കുവാനും ബുദ്ധിമുട്ടി നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ഒരു സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകനാണ് ബാലേന്ദ്ര സാർ. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചോ ഉദ്യോഗം അനുസരിച്ചോ ഒന്നുമല്ല, എല്ലാ വിഭാഗം ജനങ്ങളുടെയും താഴെക്കടയിൽ നിന്നവരെ കൈയുയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ഒരു അഴിമതിരഹിതമായ ഒരു ഭരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് ശ്രീ പ്രൊഫസർ ബാലേന്ദ്ര സാർ, ഡോക്ടർ ജി ബാലേന്ദ്ര സാർ. ഞാൻ പറയുന്ന ഒരു കാര്യം, ഭിന്നശേഷിക്കാരായ റിസോഴ്സ് അധ്യാപകർക്ക് 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇടതുപക്ഷ സംഘടനകൾ അവർക്ക് അപ്രൂവൽ കൊടുക്കാൻ എല്ലാ വർഷവും റിന്യൂവൽ കൊടുക്കുന്ന ഒരു സംവിധാനമായി ഡയറക്ടറായിരുന്ന രാജസാറാണ് റിന്യൂവൽ കൊടുക്കുന്നതിൽ വിമുഖത കാട്ടുകയും ആ LDF സംഘടനകൾ പലപ്പോഴും അത് രാഷ്ട്രീയമല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് KRTF എന്നത്. ഇന്നത് നിലവിലില്ല, അതിന് പൊഴിച്ചു കളഞ്ഞു. ആ സംഘടനയെ പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ റിന്യൂവൽ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അവർ ഞാനുമായി ബന്ധപ്പെടുകയും അങ്ങനെ ബാലേന്ദ്ര സാറും രവീന്ദ്രനാഥ് സാറുമായുള്ള വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുകയും അങ്ങനെ സാറുമായി ബന്ധപ്പെട്ട് സാറ് ആ വിഷയത്തെ അവരുടെ ഭാരവാഹിയായ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായ ശ്രീ കണ്ണൂരുകാരൻ ശ്രീ സയ്യിദ് സാറ് ആലപ്പുഴ വരുത്തുകയും അദ്ദേഹവുമായി നേരിൽ കണ്ട് സംസാരിച്ച് വിവരങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ഹൈക്കോടതി വിധി വരെ ഈ റിസോഴ്സ് അധ്യാപകർക്ക് ഹൈക്കോടതി വിധി ഉണ്ടായത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് മൊത്തം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും അങ്ങനെ രവീന്ദ്ര സാറുമായി ബന്ധപ്പെടുകയും രവീന്ദ്ര സാറ് ബന്ധപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങൾ സാർ ഒരുക്കുകയും സാറ് അതുമായി വിവരങ്ങൾ പൂർണ്ണമായും രവീന്ദ്ര സാറിനെ ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഭാരവാഹികളായ KRTFന്റെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും ഒക്കെ രവീന്ദ്ര സാറിനെ കാണുകയും നേരിട്ട് വിഷയങ്ങൾ അവതരിപ്പിച്ച് അപ്രൂവൽ കൊടുത്തു. ആ അപ്രൂവലാണ് ഇന്ന് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് KRTF എന്ന് പറഞ്ഞ സംഘടന മാറി LDFന്റെ ഭാഗമായി മാറിയ സംഘടന പൂർണ്ണമായും വിട്ടു എല്ലാവരെയും മാറ്റി LDF സംഘടനയിൽ തന്നെ ഇപ്പോൾ അത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് RMSA പല പല ഘട്ടങ്ങളായി മാറിയത് ഇപ്പോൾ BRCയുടെ കീഴിലേക്ക് അത് വരുത്തിയത്. കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഫണ്ടാണത്. 50% സംസ്ഥാന ഗവൺമെൻറ് ഇട്ട് ആണ് ഈ റിസോഴ്സ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്. അത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്ന ഒരു സംഭവമാണ്. അതിനു വേണ്ടി അവർക്ക് പഠനോപകരണങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ബൃഹത്തായ ഒരു സംരംഭം തന്നെയാണ്. കാരണം കേരളത്തിൽ നിന്ന് 850 മുകളിൽ അധ്യാപകർ ഈ RMSAയുടെ കീഴിലുണ്ടായിരുന്ന പിന്നെ KRTFന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന 850-ലധികം അധ്യാപകരുണ്ടായിരുന്നു. ഇന്നത് കംപ്ലീറ്റ് മിക്സറായി കഴിയുമ്പോൾ 2000-നോടടുത്ത് അധ്യാപകർ ഇന്ന് പണിയെടുക്കുന്ന ഒരു മേഖലയാണ് ഭിന്നശേഷി BRCയുടെ കീഴിൽ വരുന്നത്. അത് ബാലേന്ദ്ര സാറ് വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്ത് പല കാര്യങ്ങൾക്കും അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങൾക്കും വേണ്ടി മുൻകൈ എടുക്കുകയും
ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഞാൻ തന്നെയാണെങ്കിലും എൻ്റെ എല്ലാ വിഷയങ്ങളും എപ്പോഴും ഒരു പിതാവിനെ പോലെ വന്ന് കാര്യങ്ങൾ പറയുകയും അതിന് പരിഹാരങ്ങൾ പറയുകയും ഏത് കാര്യങ്ങൾ ആരെന്ത് വന്നാലും എല്ലാവർക്കും ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കുവാനും അവരെ അകവഴിഞ്ഞ് സഹായിക്കുന്ന ഒരു വളരെ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. നമ്മുടെ നാടിന് തന്നെ ഒരു വലിയ തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാട്. എന്നാൽ ആ പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്ന പ്രഗത്ഭരായ പലരും ആ പാർട്ടി വിട്ടു പോയപ്പോൾ ചന്ദ്രൻ വീണ്ടും ആശങ്കാകുലനായിരുന്നു. എങ്കിലും അതിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത്. 2020 കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന സമയത്ത് ലോക്ക്ഡൗണിൻ്റെ കാലത്താണ് ഞങ്ങൾ 8-10 പേർ ചേർന്ന് ട്രൂ ഡയലോഗ് എന്ന പേരിലൊരു ചർച്ചയ്ക്കുള്ള ഒരു ഡിബേറ്റിംഗ് ഫോറം രൂപീകരിച്ചത്. അതിൻ്റെ തുടർച്ചയായ ചർച്ചകളുടെ ഭാഗമായി അഴിമതിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാനാവില്ല എന്ന ബോധ്യം ചന്ദ്രനുണ്ടായി. അതേപോലെ തന്നെ ആ പാർട്ടിയുടെ സാമ്പത്തിക നയങ്ങളും സംശയത്തോടെ മാത്രം കാണാൻ കഴിയുന്ന അവരുടെ മതേതരത്വവും BJP സർക്കാരിന് അനുകൂലമായി അവർ സ്വീകരിച്ച പല നിലപാടുകളും ചന്ദ്രനെ ഒരു പുനർചിന്തനത്തിന് വിധേയനാക്കിയിരുന്നു. ഞാൻ നിർത്തുകയാണ്. ഞങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്തെന്നാൽ ഞങ്ങൾ ഓരോരുത്തരുടെയും കഴിവുകളും പോരായ്മകളും ഞങ്ങൾക്ക് പരസ്പരം അറിയുമായിരുന്നു എന്നതാണ്. ആ സുതാര്യതയാണ് ഞങ്ങളുടെ ബന്ധത്തെ ഗാഢമാക്കിയത്. പരസ്പരം തർക്കിച്ചും വിമർശിച്ചും പോരടിച്ചും ഒക്കെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നതെങ്കിലും ഒരിക്കലും ഒരു നിമിഷം പോലും ഞങ്ങൾ പിണങ്ങിയിട്ടില്ല. ഊഷ്മളമായ ആ ബന്ധത്തിൻ്റെ ഓർമ്മകൾ പേറിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. സാക്ഷരതാ യജ്ഞം കേരളമാകെ തരംഗം സൃഷ്ടിച്ചപ്പോൾ ആലപ്പുഴയിൽ അക്ഷരചൈതന്യം നിരക്ഷരരിലേക്ക് പകർന്ന സംഘത്തിന്റെ മുൻനിരക്കാരനായി മാറിയിരുന്നു ഈ അധ്യാപകൻ. ബാലേന്ദ്ര സാറ് എന്ത് പ്രവർത്തിച്ചാലും അത് ഹൃദയത്തിലെടുത്ത് ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്ന മനുഷ്യനാണ്. 1990-91 കാലയളവിൽ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഒരുപാട് രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ ക്യാരക്ടർ വെളിവാക്കുന്ന ഒരു ഉദാഹരണം മാത്രം സൂചിപ്പിക്കുക. അന്ന് കേരളം സമ്പൂർണ്ണ സാക്ഷരത ആക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു. അത് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനവും പിന്നീടുണ്ടായി. പക്ഷെ അത് വളരെ കഠിനമായൊരു പ്രയത്നമായിരുന്നു സത്യത്തിൽ. കാര്യം അക്ഷരം പഠിച്ചിട്ടില്ല എന്ന് ഒരാൾ അംഗീകരിച്ചുകൊണ്ട് ക്ലാസ്സിൽ വന്നിരിക്കണം. രാത്രിയൊക്കെയാണ് മിക്കവാറും ഒരു 10 പേര് 5 പേരൊക്കെ ഉള്ള ചെറിയ വീടുകളുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടിയാണ് ഈ അതിൻ്റെ ഇൻസ്ട്രക്ടർമാരെന്ന് പറയുന്ന കുട്ടികൾ ഇവരെ അക്ഷരം പഠിപ്പിക്കുന്നത്. അപ്പോൾ സാറ് അതിൻ്റെ ഔദ്യോഗികമായി കീ റിസോഴ്സ് പേഴ്സൺ എന്നുള്ള നിലയ്ക്കുള്ള സംസ്ഥാനതല അതിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ശൃംഖലയുടെ ഏറ്റവും മുകളിലുണ്ടായിരുന്ന റോളാണ് വഹിച്ചിരുന്നത്. അതിൻ്റെ താഴെ ജില്ലാതലത്തിൽ റിസോഴ്സ് പേഴ്സൺമാർ, അതിൻ്റെ താഴെ മാസ്റ്റർ ട്രെയിനർമാർ, അതിൻ്റെ താഴെ ഈ ഓരോ സ്കൂൾ ക്ലാസ്സുകളും പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർമാർ വരെയുള്ള ഒരു ശൃംഖലയായിരുന്നത്. അപ്പോൾ സാറ് പക്ഷേ അതിൻ്റെ ആ ഹെയറാർക്കി, അതിൻ്റെ ആ ഏറ്റവും ഉന്നതമായ ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഉള്ള പ്രവർത്തനം മാത്രമായിരുന്നില്ല. ഈ ആലപ്പുഴ പട്ടണത്തിലെ ഒരുപാട് വാർഡുകളിലെ ആളുകളെ ക്ലാസ്സുകളിൽ എത്തിക്കാൻ വേണ്ടി അതൊരു സ്വന്തം മിഷനായിട്ട് ആരും പറഞ്ഞിട്ടോ ഏതെങ്കിലും ഒരു കമ്മിറ്റി തീരുമാനത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഒന്നിൻ്റെയും ഭാഗമായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ സ്വേച്ഛയാൽ സ്വന്തം ആത്മപ്രേരണയാൽ അദ്ദേഹം ഇറങ്ങിയതാണ്. രാവിലെ 6 മണിക്കൊക്കെ ആളുകൾ വീട്ടിൽ നിന്ന്, ഇപ്പോൾ കൗൺസിലർമാർ അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഓരോ വാർഡിലുമുള്ള ഇത്തരം കാര്യങ്ങൾ താല്പര്യമെടുത്ത് മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ വരുന്ന ആളുകളുണ്ട്. ഇവരെ ഓരോരുത്തരെയും രാവിലെ അവരെങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുമ്പേ വീട്ടിൽ ചെന്ന് കണ്ട് അവരുടെ കൂടെ പോയി ഈ നവസാക്ഷരരാകാൻ തയ്യാറുള്ള ആളുകളെ, അതായത് അങ്ങനെ അക്ഷരം പഠിക്കാൻ ഭാഗ്യം കിട്ടാതെ പോയ ആളുകളെ കണ്ടെത്തി ആ ആളുകളെ മുഴുവനും ഇത്ര മണിക്ക്, 6 മണിക്ക് അല്ലെങ്കിൽ വൈകിട്ട് 7 മണിക്ക് ഇന്ന വീട്ടിൽ നമ്മൾ ഒരുമിച്ച് കൂടി കുറച്ച് അക്ഷരം പഠിക്കുന്നു, അല്ലെങ്കിൽ അത്യാവശ്യം വാക്കുകളും വാചകങ്ങളും ഒക്കെ ഉണ്ടാക്കി എഴുതാനും വായിക്കാനും പഠിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ അവരുടെ വിഷമങ്ങളൊന്നുമില്ലാത്ത വിധത്തിൽ പ്രേരിപ്പിച്ച്
ഈ ഓരോ സ്ക്വാഡുകളായിട്ട് കൗൺസിലറോ അല്ലെങ്കിൽ ഈ മറ്റേ സുഹൃത്തുക്കളെ കണ്ടെത്തിയിട്ട് അത് രാവിലെ തൊട്ട് തുടങ്ങുകയാണ്. ഉച്ചയ്ക്കും വൈകിട്ടും ഊണ് കഴിഞ്ഞിട്ടും രാത്രിയിലും ഒക്കെ, അത് കഴിഞ്ഞിട്ടും ചിലയിടത്ത് രാത്രി അദ്ദേഹം അതും കഴിഞ്ഞ് അതിൻ്റെ കണക്കെടുപ്പുകളും അന്നത്തെ പ്രവർത്തനമൊക്കെ അസസ് ചെയ്ത് വീട്ടിലെത്താൻ പലപ്പോഴും 10, 11, 12 മണിക്കാണെന്നുള്ളത് ചില സന്ദർഭങ്ങളിലെങ്കിലും സാക്ഷിയാവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ച് പറയുകയാണ്. ഇങ്ങനെ അദ്ദേഹം ഒരുപാട് രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് അറിയാം. അപ്പോൾ അവിടെ എല്ലാം പ്രവർത്തിക്കുമ്പോൾ അതൊരു സ്വന്തം കാര്യമായിട്ടാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു തീരുമാനം നടപ്പിലാക്കുന്നതിൻ്റെയോ അത്തരം യാതൊരു യാന്ത്രിക സ്വഭാവവും ഇല്ലാതെ വളരെ ജൈവമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരുന്നത്. അക്കാര്യത്തിൽ ഏറ്റവും ബഹുമാനം തോന്നിപ്പിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. രാവും പകലും നഗരവും ഗ്രാമവും താണ്ടിയുള്ള കർമ്മയജ്ഞത്തിൽ കൃത്യനിഷ്ഠ കൊണ്ട് മാതൃക തീർത്ത കീ റിസോഴ്സ് പേഴ്സൺ ആയി ഇദ്ദേഹം അംഗീകാരങ്ങൾ നേടി. സാമൂഹ്യപരതയുടെ ജനനന്മയ്ക്കായി എന്ത് കർമ്മപദ്ധതികൾ നാട്ടിൽ നടന്നാലും അതിൽ നട്ടുവന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ സ്വമേധയാ ബാലചന്ദ്രൻ സന്നദ്ധനാകും. ജനകീയ ആസൂത്രണ പദ്ധതി നിലവിൽ വന്നപ്പോൾ ആലപ്പുഴ നഗരസഭയുടെ ചീഫ് കോർഡിനേറ്ററായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. ഗതകാല വാണിജ്യ പ്രതാപിയായ ആലപ്പുഴ നഗരത്തിന് സർവതല സ്പർശിയും സമഗ്ര സമൃദ്ധവുമായ ഒരു വികസന രേഖ തയ്യാറാകണമെന്ന തീരുമാനം സർവാത്മന ഏറ്റെടുത്ത് യോഗ്യരായവരെ ഒപ്പം കൂട്ടി സാക്ഷാത്കരിച്ചത് GB-യുടെ നിശ്ചയദാർഢ്യമായിരുന്നു. ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങൾ ഇന്നും അടിസ്ഥാനമായി വർത്തിക്കുന്നത്, ആശ്രയിക്കുന്നത് ബാലചന്ദ്രൻ ചൂണ്ടിക്കാണിച്ച ഈ വികസന രേഖ തന്നെ എന്നത് GB-യോടൊപ്പം പ്രവർത്തിച്ചവർക്ക് എന്നും അഭിമാനകരമായി ഓർക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ കൊറോണ എന്ന് പറയുന്ന പാൻഡമിക് ആഗോള തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ടൂറിസം മേഖലയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നത്, ടൂറിസം എന്ന് പറയുന്നത് ആൾക്കാരുടെ വിശ്രമ സമയം ആഘോഷമാക്കുന്നതിനുള്ള ഒരു ഏർപ്പാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള റിസ്ക് എടുത്തിട്ട് ഒരു അപകടം വിളിച്ചു വരുത്തുന്ന മേഖലയിലേക്ക്, അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് ടൂറിസത്തിൽ ഇടപെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ തയ്യാറാകും എന്നാർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കൊറോണ പാൻഡമിക് വ്യാപനം തുടങ്ങിയപ്പോൾ ആഗോള തലത്തിൽ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും പരിപൂർണമായി ഈ മേഖല നിർജ്ജീവമാകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടത്. ആലപ്പുഴയിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാന്ദ്യമാണ് വന്നുവിട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടുള്ള യൂറോപ്യൻ ഡെസ്റ്റിനേഷൻസ് ആണെന്ന് കൊള്ളാം, അമേരിക്കൻ ഡെസ്റ്റിനേഷൻസ് ആണെന്ന് കൊള്ളാം, അതുകൊണ്ട് തന്നെ കിഴക്കേഷ്യൻ, നമ്മുടെ ഇന്തോനേഷ്യൻ പോലുള്ള പ്രദേശങ്ങളിലെ ഡെസ്റ്റിനേഷൻസ് ആയിട്ട് എടുത്ത് വെച്ചാൽ കൊള്ളാം. അവിടെ നിന്ന് ഒന്നും ഇല്ലാത്തൊരു വലിയ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഈ കൊറോണയായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിന് വരാനിരിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഇന്ന് സ്വാഭാവികമായിട്ടും ഇന്നല്ല ഒരു മാസം കഴിയുമ്പോഴത്തേക്കും യൂറോപ്പിലെ ഒരു കുടുംബം, അല്ലെങ്കിൽ ചൈനയിലെ ഒരു കുടുംബം, അല്ലെങ്കിൽ ജപ്പാനിലെ ഒരു കുടുംബം, അതുമല്ലെങ്കിൽ അമേരിക്കയിലെ ഒരു കുടുംബം ഒരു വേൾഡ് ടൂറിന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക കേരളം തന്നെയായിരിക്കും. ശരിയല്ല? കാരണം ഈ വലിയ പാൻഡമിക് ഇതിനെ വളരെ ലളിതമായ രീതിയിൽ ഏറ്റവും ശാസ്ത്രീയമായി ഉൾക്കൊള്ളാനും അതിനെ തടഞ്ഞു നിർത്താനും അതിനെ ഒരു തരത്തിലുള്ള സാമൂഹ്യ നഷ്ടവും ഉണ്ടാകത്തക്ക രീതിയിൽ ഉൾക്കൊള്ളാനും അത് പൂർണ്ണമായും പരാജയപ്പെടുത്തി വിജയത്തിലേക്ക് മുന്നേറാനും ഇന്ന് കഴിഞ്ഞിട്ടുള്ളത് ലോകത്ത് കേരളത്തിൽ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന നിലക്ക് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഈ ടൂറിസം ഭൂപടത്തിൽ ഇതിനു മുമ്പേ വിഖ്യാതമാണ്. അതിന് കൂടാതെ കിട്ടുന്ന ഒരു എക്സ്ട്രാ ക്രെഡിറ്റ് ആണ് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഈ പാൻഡമിക്കിന് എതിരായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള വളരെ തികഞ്ഞ ആർജവത്തോടു കൂടിയുള്ള ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ നാളെ സ്വാഭാവികമായിട്ടും ഈ ഈ ഈ ഈ പാൻഡമിക്കിന്റെ ഈ ആക്രമണം കഴിഞ്ഞ് ലോക ടൂറിസം ഭൂപടം വീണ്ടും സമൃദ്ധമാകുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം കൊയ്യാൻ പോകുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കേരളമായിരിക്കും. സ്വാഭാവികമായിട്ടും കേരളത്തിലെ വരുന്ന ഒരു ഏത് ടൂറിസ്റ്റും ഇന്ന് കേരളത്തിലെ ആലപ്പുഴ ഒഴിവാക്കിക്കൊണ്ട് മറ്റു പ്രദേശങ്ങളിൽ വന്നിട്ട് പോകാം എന്ന് വിചാരിക്കുന്ന ആരുമില്ല. അതുകൊണ്ട് തന്നെ ആലപ്പുഴ എന്ന് പറയുന്ന പ്രൈം ഡെസ്റ്റിനേഷനാണ്. ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൈം അട്രാക്ഷനുമാണ്. ഇത് സ്വാഭാവികമായിട്ടും വരുന്ന മാസങ്ങളിൽ
ഇപ്പോൾ ഉണ്ടായ ക്ഷീണത്തിനെയൊക്കെ കവച്ച് വെക്കത്തക്ക രീതിയിൽ വലിയ നേട്ടത്തിലേക്ക് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1996 മുതൽ 2002 വരെയുള്ള കാലയളവ് ഒരു ഗവേഷണ വിദ്യാർത്ഥിയുടെ ചമയങ്ങളും അണിഞ്ഞുള്ള ജി ബാലചന്ദ്രനെ കാണാമായിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മറൈൻ സയൻസസിലായിരുന്നു ഇദ്ദേഹം. എംഫിലും PhDയും അവിടെ നിന്ന് തന്നെ നേടി. ജോലിയിലുള്ള അധ്യാപകർ സ്ഥാനക്കയറ്റവും ശമ്പളവർദ്ധനവും ലക്ഷ്യമിട്ട് ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കുവാൻ പെടാപ്പാടുപെടുമ്പോൾ ബാലചന്ദ്രന്റെ കാഴ്ചപ്പാട് മറ്റൊന്നായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും പിന്നോക്ക മേഖലയായ മത്സ്യബന്ധന സമൂഹത്തെയാണ് തന്റെ ഗവേഷണത്തിനായി ഇദ്ദേഹം തെരഞ്ഞെടുത്തത്. മത്സ്യത്തൊഴിലാളികളുടെ സർവ്വതോന്മുഖമായ ക്ഷേമങ്ങൾ ഉന്നം വെച്ചുകൊണ്ടുള്ള പഠനങ്ങളും കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും ഇദ്ദേഹം തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധം ഉൾക്കൊണ്ടിരുന്നു. കരിമണലും കടൽ മണലും ഇന്നിന്റെ ചർച്ചകളായി പ്രതിഷേധ ശബ്ദങ്ങളായി ഉയരുമ്പോൾ ഒരു ദശാബ്ദം മുമ്പ് തന്റെ ഗവേഷണ മനമോടെ ജി ബാലചന്ദ്രൻ തോട്ടപ്പള്ളിക്കും തീരദേശ മേഖലയ്ക്കും വേണ്ടി ഓർമ്മപ്പെടുത്തിയ ആ മുന്നറിയിപ്പ് അന്ന് കടലലകളിൽ അമർന്നുപോയെങ്കിലും ഒരു പതിറ്റാണ്ടിന് ശേഷം ആ ജാഗ്രതപ്പെടുത്തൽ ഇന്ന് യാഥാർത്ഥ്യമായി മാറുന്നു. എന്നും ഒരു ഗവേഷണ തൃഷ്ണയുള്ള മനസ്സ് ഈ മനുഷ്യനിൽ ത്രസിച്ചുകൊണ്ടേയിരുന്നു. ഒരു വിദേശ സഞ്ചാരിയുമായുള്ള സൗഹൃദത്തിൽ നിന്ന് ഉയർകൊണ്ട ആശയം പരിസ്ഥിതി സൗഹൃദ ഫൈബർ ബോട്ടിന്റെ പിറവിക്ക് കാരണമായി. താരതമ്യേന ചെലവ് കുറഞ്ഞതും പൂർണ്ണമായതും പുനരുപയോഗ സാധ്യതയുള്ളതുമായ എക്കോ ഫ്രണ്ട്ലി ബോട്ട് GB-ക്ക് പുറത്തിറക്കാനായി. കുട്ടനാടിന്റെ പരിണാമങ്ങളിൽ ഏറെ ആശങ്കാകുലനായിരുന്നു കർഷക കുടുംബാംഗം കൂടിയായ ഈ ഗുരുനാഥൻ. കായൽപ്പരപ്പിൽ മാലിന്യം നിറയുന്നതും ജല ആഗമന നിർഗമന മാർഗങ്ങളായ ചാലുകളും തോടുകളും അടഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെടുന്നതും പാടശേഖരങ്ങളിൽ ഓരുവെള്ളം കയറുന്നതും ഒക്കെ യഥാകാലങ്ങളിൽ പ്രതികരിച്ചും പ്രതിഷേധിച്ചും അധികൃത ശ്രദ്ധയിൽ എത്തിക്കുവാനും ജി ബാലചന്ദ്രൻ ശ്രമിക്കുമായിരുന്നു. 2003-2004 അധ്യയന വർഷം SD കോളേജിലെ യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ ചുമതല ഏറ്റെടുത്ത് കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ മികവിന്റെ തികവ് കാട്ടിയ കുട്ടികൾക്കൊപ്പം വല്യേട്ടനായി നിന്നതും ജി ബാലചന്ദ്രൻ തന്നെയാണ്. അവരുടെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബാലചന്ദ്രനേക്കാൾ പ്രിയങ്കരനായ GB ആയി അറിയപ്പെടാനായിരുന്നു ഈ അധ്യാപകൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. സ്വിറ്റ്സർലൻഡിൽ നിന്നും പാരീസിലേക്കുള്ള ഒരു യാത്രാമധ്യയാണ് സാറിനെ കുറിച്ചുള്ള ഓർമ്മ പങ്കുവയ്ക്കാൻ ടോജി എന്നോട് ആവശ്യപ്പെടുന്നത്. ബാലൻ സാറിനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലാണ്. SD കോളേജ് എന്നുള്ള പേര് അതിന് തൊട്ടായിട്ട് മുമ്പത്തെ വർഷം കൊല്ലത്ത് നടന്ന യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് കിട്ടിയൊരു മോണോ ആക്ടിൻ്റെ 3rd പ്രൈസ് മാത്രമായിരുന്നു. അതെനിക്കുണ്ടാക്കിയ സന്തോഷത്തിലുപരി ആ കോളേജിനെ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലെ വിജയികളുടെ പേരുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതിന് സന്തോഷമായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ബാലൻ സാറ് എടാ നമുക്കെന്തെങ്കിലും ചെയ്യണം, നമ്മുടെ കോളേജിൻ്റെ പേര് നല്ല രീതിയിൽ യൂണിവേഴ്സിറ്റിയിൽ കേൾക്കണമെന്ന് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അവിടുന്ന് തുടങ്ങിയ ആശയം നാടകമുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം വലിയ നാടകക്കാരെ കൊണ്ടുവരുന്നു. ഞങ്ങളെ മൈം പഠിപ്പിക്കാൻ വേണ്ടി അന്ന് സിനിമയിലടക്കം പ്രവർത്തിച്ച ആൾക്കാരെ കൊണ്ടുവരുന്നു. ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടി മാർ ഇവാനിയോസിലും യൂണിവേഴ്സിറ്റി കോളേജിലും ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്ത ഡാൻസ് മാഷിനെ കൊണ്ടുവരുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വന്നത് എവിടെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിൽ അവസാനിച്ച് ഈ കപ്പൊക്കെ ഉയർത്തി വലിയ ആവേശത്തോടെ നമ്മൾ തിരിച്ചു വരുമ്പോഴും ബാലൻ സാറിനോട് അല്ലെങ്കിൽ അദ്ദേഹം ചിലവാക്കിയ പൈസ എത്രയാണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അതൊന്നും കോളേജിൽ നിന്ന് വരെ കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ അതൊന്നും നോക്കാതെ ഞങ്ങൾക്കുള്ള ഭക്ഷണം, ഇപ്പോൾ എനിക്കും അന്ന് പ്രമലിനും ഡിബേറ്റിൽ സമ്മാനം കിട്ടി. ഞങ്ങളിങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവസാന ഇനം നമ്മുടെ സംഘനൃത്തമായിരുന്നു. അതിനെല്ലാം ഞങ്ങളെല്ലാം ഗ്യാങ്ങായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് 1ാം സമ്മാനം കിട്ടേണ്ട സ്ഥലത്ത് 1ാം സമ്മാനം കിട്ടുന്നില്ല. സാറ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു സാറിന്. ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ആവേശം തോന്നുകയാണ് സാറിനെക്കുറിച്ച്. അങ്ങനെ അപ്പീൽ പോകുന്നു, പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ 1ാം സമ്മാനം നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒരുപക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ ത്രസിപ്പിക്കുന്ന മത്സരം ഒരുപക്ഷെ സംഘനൃത്തം തന്നെയായിരുന്നു. അതിന് അദ്ദേഹം എടുത്ത പെയിൻ, അദ്ദേഹം എടുത്ത ചിലവിൻ്റെ കാശുകളെല്ലാം നമ്മുടെ കുട്ടികൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഞാനടക്കമുള്ള ആളുകൾക്ക് അന്ന് സമ്മാനങ്ങൾ കിട്ടി. SD കോളേജ് കേരള യൂണിവേഴ്സിറ്റിയിലെ മൊത്തം കോളേജുകളിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. അതുമാത്രമല്ല അന്ന് വെസ്റ്റേൺ സോങ്, വെസ്റ്റേൺ മ്യൂസിക്, അതിനൊക്കെ എന്തിനൊക്കെ നമ്മളെ കോളേജിനെ പ്രതിനിധീകരിപ്പിക്കാൻ പറ്റുമോ അതിനെല്ലാം അദ്ദേഹം ആളുകളെ കൊണ്ടുവന്ന് പഠിപ്പിച്ചു, കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് സാറ് ഞങ്ങളോട് നിന്ന ആ ഒരു സ്നേഹവും
എന്താ പറയുക, വൈകുന്നേരം കോളേജിൽ നിന്ന് സാറിനോടൊപ്പം ചേർന്ന് സാറ് നമ്മുടെ തോളത്ത് കൈയിടുന്നു, സാറിൻ്റെ തോളത്ത് നമുക്ക് കൈയിടാൻ അവകാശം കിട്ടുന്നു, അധികാരം കിട്ടുന്നു, ആ സ്നേഹം കിട്ടുന്നു, നമ്മളെ രണ്ട് ചീത്ത വിളിക്കുന്നു. ഇതെല്ലാം സാറിന് ഓർക്കുമ്പോൾ ഇന്നും വളരെ ഫ്രഷായിട്ട് തോന്നുന്നൊരു ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലും ബാലൻ സാറ് മിസ്റ്റേക്ക് കോൾ എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഏറ്റവും മുകളിൽ നിർത്തുന്ന സാറ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മിടുക്കില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലുകളില്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആ സ്നേഹമില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആ കരുതലില്ലായിരുന്നുവെങ്കിൽ നമുക്കൊന്നും ഇന്ന് ഓർക്കാൻ കിട്ടുന്നൊരു അവസരമായിട്ട് അല്ലെങ്കിൽ ഓർക്കാൻ കിട്ടുന്ന അനുഭവമായിട്ട് ബാക്കി വെക്കാനുണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്നാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത്. ഒരുപാട് സ്നേഹമുള്ളൊരു മനുഷ്യൻ, ഒരുപാട് കെയറിങ് ആയിട്ടുള്ള ഒരാൾ ഇല്ലാതായതിൻ്റെ സങ്കടം ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അപ്പം അദ്ദേഹത്തെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾക്ക് മുന്നിൽ എല്ലാവിധ എന്താ പറയുക ആദരാഞ്ജലികളും വീണ്ടും വീണ്ടും അർപ്പിക്കുകയാണ്. പഠനകാലത്ത് കോളേജിലെ സജീവ NCC കേഡറ്റായിരുന്നു. കോളേജിലെ ഏതെങ്കിലും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ചേരാൻ അദ്ദേഹം എപ്പോഴും തൻ്റെ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. സാധ്യമാകുന്ന എല്ലായിടത്തും ആധുനിക സാങ്കേതികവിദ്യ പ്രയോഗിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചു. കൂടാതെ ഇലക്ട്രോണിക്സ് വിഷയങ്ങളിൽ പ്രായോഗികമായി ഒരു വിദഗ്ധനുമാണ്. അതുവഴി അദ്ദേഹത്തിന് ഇലക്ട്രോണിക്സ് മീഡിയയിൽ നല്ല പരിചയവും നേടാൻ കഴിഞ്ഞു. കോമേഴ്സ് വകുപ്പിലെ ഒരു അധ്യാപകനത്തിനായി ലാപ്ടോപ്പും ഇന്റർനെറ്റ് സൗകര്യവും ആദ്യമായി കോളേജിൽ ഉപയോഗിച്ചത് ഒരുപക്ഷെ G. ബാലചന്ദ്രൻ ആയിരിക്കാം. പ്രൊഫസർ G. ബാലചന്ദ്രൻ സാർ AKPCTയുടെ സജീവ അംഗമായിരുന്നു. കോളേജ് കൗൺസിലിൽ നിരവധി തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള സർവകലാശാലയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സെനറ്റ് അംഗം കൂടിയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലയിലെ വീൽ ചെയർ ഉപയോക്താക്കളുടെ രക്ഷാധികാരിയായിരുന്നു അദ്ദേഹം. ആദ്യ ജീവനത്തിന്റെ പ്രസിഡന്റും സ്ഥാപക അംഗവുമാണ്. നമസ്കാരം. ആലപ്പുഴ വീൽ ചെയർ യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ അവർക്കോസ്, അങ്ങനെ ഒരു സഹകരണ സംഘം ആലപ്പുഴയിലുണ്ട്. അതിലെ അംഗമാണ് ഞാൻ. സിനി KU എന്നാണ് പേര്. ആലപ്പുഴ ഗവൺമെൻറ് LPS കളർ റോഡ് എന്ന വിദ്യാലയത്തിലെ 2ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. ഞങ്ങൾക്ക് ഏവർക്കും വീൽ ചെയറിലുള്ള എന്നെ പോലെയുള്ള ഒരു കൂട്ടം ആളുകൾക്ക് തണലായി പന്തലിച്ചു നിന്ന ഒരു വലിയ വൃക്ഷമായിരുന്നു ഞങ്ങളുടെ ബാലചന്ദ്രൻ സാർ. നമസ്കാരം, ഞാൻ അജിത് കൃപാലയമാണ്. 2025 ഫെബ്രുവരി 9 പ്രിയപ്പെട്ട ഡോക്ടർ G. ബാലചന്ദ്രൻ സാറിൻ്റെ ഓർമ്മ. ആ ഓർമ്മയ്ക്ക് മുമ്പിൽ ശതകോടി പ്രണാമമാണ്. ഡോക്ടർ G. ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് പോലും വല്ലാത്തൊരു കരുത്താണ് കൈമാറുന്നത്. 2014 ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. സംഘടിക്കാതെ ശക്തരാകാൻ കഴിയില്ല എന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് അദ്ദേഹം ഒരു യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. അതിനുശേഷം ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി സമൂഹത്തെ കോർത്തിണക്കിക്കൊണ്ട് നിരവധി യോഗങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം. ഒരു സംസ്ഥാന അസോസിയേഷന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തുടക്കമായി. ഓൾ കേരള വീൽ ചെയർ യൂസേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംസ്ഥാന അസോസിയേഷന് രൂപം കൊടുത്തു. ആദ്യത്തെ മീറ്റിങ്ങിൽ ആദ്യമായിട്ടുള്ള ഒരു സംസ്ഥാന സമ്മേളനം നെടുമുടിയിൽ കേന്ദ്രീകരിക്കുമ്പോൾ 2000-ഓളം ഭിന്നശേഷിക്കാരെ അണിനിരത്തിക്കൊണ്ട് ഒരേ ചിന്തയിലും ഒരേ അവകാശബോധത്തിലുമൊക്കെ അണിനിരത്താൻ സാധിക്കും. നിരവധിയായ യോഗങ്ങളിലൂടെ ആർജവമുള്ള ഭിന്നശേഷിക്കാരെ വാർത്തെടുക്കാൻ ആലപ്പുഴയിൽ സാറിൻ്റെ നേതൃത്വപരമായ ഇടപെടലുണ്ടായി. അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതായിരുന്നു സാറ് നൽകിയ ഒരു സന്ദേശം. അദ്ദേഹം നല്ലൊരു രക്ഷകർത്താവായി, നല്ലൊരു സഹോദരനായി, നല്ലൊരു അധ്യാപകനായി, മാർഗദീപമായൊക്കെ സാർ ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷിക്കാർക്കിടയിൽ സാർ അവർക്ക് കാണപ്പെട്ട ദൈവമായി പ്രിയപ്പെട്ട സാറിന് 2018-19 കാലഘട്ടം ഭിന്നശേഷിക്കാർക്ക് വളരെ പ്രതിസന്ധി നിറഞ്ഞ, ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല ലോകത്താകെയുള്ള എല്ലാ മനുഷ്യർക്കും വല്ലാത്തൊരു പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടമാണ്. ആ പ്രതിസന്ധി കാലഘട്ടത്തെ ഉപയോഗിക്കുവാൻ സാറിൻ്റെ നിർദ്ദേശം വളരെ പ്രയോജനകരമായി. ആ 2019 കോവിഡിൻ്റെ വല്ലാത്തൊരു കാലഘട്ടത്തിൽ വീട്ടുപടിക്കൽ
നിത്യോപയോഗ സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാർ ഉപജീവനമാർഗം കണ്ടെത്തുകയാണ്. പാകം ചെയ്യാൻ പാകമാക്കിയ പച്ചക്കറികളും മീൻ വർഗ്ഗങ്ങളും മീറ്റുകളുമൊക്കെ ഓരോ വീടിൻ്റെ പടിക്കൽ എത്തിക്കുന്നതിന് ഭിന്നശേഷിക്കാർക്ക് അതിലൂടെ വരുമാനം കണ്ടെത്തുന്നതായ ഒരു കാര്യങ്ങളിലേക്ക് എത്തിക്കണം. പരിസ്ഥിതിയെ പരിക്കേൽപ്പിക്കുന്ന ഒരു കാര്യത്തിനും സാറ് പ്രോത്സാഹനം ചെയ്യാറില്ല. പേപ്പർ പേന, വിത്ത് പേപ്പർ പേന എന്ന് പറയുന്നൊരു സന്ദേശം സാറിൽ നിന്ന് കൈമാറി വന്നതാണ്. പേപ്പർ ചുരുട്ടിയെടുത്ത് ഒരു പേന രൂപത്തിലാക്കി അതിൻ്റെ പുറകിൽ വിത്തുകൾ, മുളക്, ചീര, വെണ്ട അങ്ങനെ തുടങ്ങിയ ചെറിയ ഇനം വിത്തുകൾ ഈ പേനയ്ക്ക് പിന്നിൽ നിക്ഷേപിച്ച് ഉപയോഗശേഷം വലിച്ചെറിയപ്പെട്ടാൽ അവിടെ ഒരു സസ്യത്തിന് അല്ലെങ്കിൽ ഒരു മരത്തിനൊക്കെ രൂപം നൽകാൻ കഴിയുന്ന, ജന്മം നൽകാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാക്കി ഈ പേപ്പർ പേനയുടെ സംഭവം മാറുകയുണ്ടായി. വിത്ത് പേപ്പർ പേന ഇന്നും കിലയ്ക്ക് ആലപ്പുഴ ജില്ലാ വീൽ ചെയർ യൂസേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ 5000-ഓളം 6000-ഓളം പേന എല്ലാ മാസവും ഇതുപോലെ അവിടേക്ക് കയറിപ്പോകാം. നമ്മുടെ സർക്കാർ തലങ്ങളിൽ നടക്കുന്ന എല്ലാ യോഗങ്ങളിലും ഞങ്ങളുടെ പേപ്പർ പേന ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഒരു അഭിമാനകരമായ കാര്യം കൂടിയാണ്. 2017 മുതൽ സാറ് ഈ അസോസിയേഷൻ എന്ന സംവിധാനത്തിന് അതുകൊണ്ട് ശരിയായ രീതിയിലുള്ളൊരു പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായി അദ്ദേഹം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക്, വീൽ ചെയറിൽ കഴിയുന്നവർക്ക് മാത്രമായുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രൂപം നൽകുകയുണ്ടായി. ആലപ്പുഴ ജില്ലാ വീൽ ചെയർ യൂസേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന രൂപത്തിൽ അതിനെ മാറ്റം വരുത്തി. 136 കുടുംബാംഗങ്ങൾ, വീൽ ചെയറിൽ കഴിയുന്ന 136 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സഹകരണ സംഘം. കേരളത്തിൽ ആദ്യമായി അങ്ങനെ ഒരു സംഘത്തിന് രൂപം കൊടുത്തു. അതിൻ്റെ വയലയും എല്ലാ കാര്യങ്ങളും സാറ് തന്നെയാണ് നിർവഹിച്ചത്. സ്വയം തൊഴിലിനുള്ള പണം സ്വയം കണ്ടെത്തുന്ന തരത്തിലേക്ക് അംഗങ്ങൾ തന്നെ നിക്ഷേപിച്ച് അതിൽ നിന്ന് ഒട്ടും നിവൃത്തിയില്ലാത്ത ഒരാൾക്ക് സ്വയം തൊഴിലുകൾ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഏകദേശം 20 ലക്ഷത്തോളം രൂപ അംഗങ്ങൾക്ക് ലോൺ കൊടുക്കുവാൻ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സാധ്യമായിട്ടുണ്ട്. ഇതെല്ലാം സാറിൻ്റെ ഇടപെടലുകളാണ്. പരിസ്ഥിതിക്ക് പരിക്കേൽപ്പിക്കുന്ന ഒരു കാര്യവും സാറ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആലപ്പുഴ ജില്ലാ വീൽ ചെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി വിഭാവന ചെയ്ത പല സ്വപ്നങ്ങളും സാറിൻ്റെ യാത്രയോടെ മങ്ങലേറ്റിരിക്കുകയാണ്. ആ തീരാനഷ്ടത്തിന് മുമ്പിൽ ഔക്കോസിൻ്റെ ശിരസ് നമിച്ചുള്ള ഹലോ, നമസ്കാരം. എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഞാൻ താമസിക്കുന്നത് പാതിരപ്പള്ളിയിലാണ്. ഞാനൊരു 10 വർഷം മുമ്പ് ഒരു സൈക്കിൾ അപകടത്തിൽ നട്ടൽ തകർന്ന ആളാണ്. ഞാൻ ബാലചന്ദ്രൻ സാറിന് മുൻപ് ഒരു പരിചയം ഒന്നുമില്ല. ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം വന്നു, എന്നെ കണ്ടു, ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ നട്ടലിൻ്റെ അസുഖം അദ്ദേഹം എങ്ങനെയോ അറിഞ്ഞു. അദ്ദേഹം വന്നിട്ട് എൻ്റെ വീട്ടിലെ, ഞാൻ വഴിയൊന്നും പറഞ്ഞു കൊടുത്തില്ല, എങ്ങനെയോ അദ്ദേഹം ഒരു കൂട്ടുകാരൻ, ഒരു ഡേവിഡ് സാർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു രക്ഷാധികാരി ഉണ്ടായിരുന്നു, അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു എന്നോട് സംസാരിച്ചു. ഒരു മടിയും വേണ്ട, എനിക്ക് അറിയാവുന്നൊരു വൈദ്യനാണ്, അവിടെ പോയി ചികിത്സിച്ച് ഞാൻ ജോസഫ് ചികിത്സയെ മാറ്റങ്ങൾ വരും. അന്ന് ഞാൻ ഡെഡ് പൊസിഷനിൽ കിടക്കുന്ന ആളാണ്. വീൽ ചെയറിലാണ് എന്നെ ഉന്തിക്കൊണ്ട് പോകണമായിരുന്നു. ഞാൻ സാറ് ദിവസം കൂട്ടുകാരനായിട്ട് അങ്ങനെ വന്നു. എന്നെ ഈ പടിയൂരെന്ന് പറയുന്ന ഒരു ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഒരു വൈദ്യനെ, രഘുനാഥൻ വൈദ്യനാണ് അദ്ദേഹത്തിൻ്റെ പേര്, പാരമ്പര്യ വൈദ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആയുർവേദ ചികിത്സയിൽ എന്നെ ഒരു 5-6 പ്രാവശ്യം എനിക്കിടെ പോകേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം എനിക്കുള്ള എല്ലാ സഹായം ചെയ്തു. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. മരുന്നൊക്കെ വാങ്ങിച്ചു, അവിടെ ഡോക്ടറെ കണ്ട എൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ അവസ്ഥയിൽ ഇപ്പോൾ എനിക്ക് ചലിക്കാൻ അവസ്ഥയായി.
ഒന്നാമത്തെ വരവിന് ഞാൻ ഡെഡ് പൊസിഷനിൽ കിടപ്പായിരുന്നു. രണ്ടാമത്തെ പൊസിഷനിൽ ഞാൻ തന്നെ വീൽ ചെയറിൽ കൈകൊണ്ട് ഇട്ടുകൊണ്ട് വരാനുള്ള പൊസിഷനിലാക്കി. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ വാക്കറിൽ നടന്ന് സാർ കൊണ്ടുവന്ന് കാറിൽ കയറാൻ സാധ്യതയായി. അങ്ങനെ ഗ്രാജുവലി ഞാൻ ഡെവലപ്പായി. ഇപ്പം എനിക്ക് തനിയെ എൻ്റെ കാര്യങ്ങളൊക്കെ പ്രാഥമിക ആവശ്യങ്ങൾ തന്നെ ചെയ്യാനുള്ള അവസ്ഥയായി. 7 ഭിന്നശേഷിയാണ്. ഞാൻ അവക്കോസിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ്. അപ്പം എനിക്കിങ്ങനെ സാറിൻ്റെ കാര്യത്തിൽ ഒരുപാട് സാറിന് കടപ്പാടുണ്ട്. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കടപ്പാടാണ് എനിക്ക് സാറിനോടുള്ളത്. 2015 ആലപ്പുഴ നഗരത്തിലെ തെരുവുകളിൽ പട്ടിണി കിടക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് അത്താഴം നൽകുക എന്ന ആശയത്തെ ബാലചന്ദ്രൻ സാർത്ഥകമാക്കി. അത്താഴക്കൂട്ടം എന്ന സംഘടനയുടെ രക്ഷാധികാരി എന്ന ചുമതല സസന്തോഷം GB ഏറ്റെടുത്തു. എല്ലാവർക്കും എല്ലാ ദിവസവും അത്താഴം ഉറപ്പാക്കുന്ന ഒരു സംഘടന. സമൂഹത്തിന്റെ എല്ലാ പരിച്ഛേദങ്ങളിലുള്ളവർ ഡോക്ടർ G ബാലചന്ദ്രനെ സ്നേഹവായ്പകളോടെ ഓർത്തെടുക്കുന്നു. സൂര്യകാന്ത് തിയേറ്റേഴ്സ് അവതരിപ്പിച്ചിട്ടുള്ള സ്പാർട്ടക്കസ്, ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ്, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം, മണ്ടയിലേക്ക് സ്നേഹപൂർവ്വം ഭിന്നി, അമ്മ, വിശുദ്ധ പാപങ്ങൾ മുതലായ നാടകങ്ങളുടെ അവതരണത്തിലും അതിന്റെ റിഹേഴ്സലിനുമൊക്കെ ശ്രീ ബാലേന്ദ്രൻ സാറിന്റെ, ഇഷ്താഖ് സാറിന്റെയൊക്കെ സഹകരണം നിസ്സീമമായിരുന്നു. ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് നാടകം വിവാദമായപ്പോൾ, നമുക്കറിയാം കേരളത്തിൽ എന്നല്ല ഇന്ത്യൻ ആകമാനം സാംസ്കാരിക ലോകത്ത് സൃഷ്ടിച്ച പ്രകമ്പനം ശക്തമായിരുന്നു. മതമൗലികവാദികളും ഭരണകൂടവും ഒരു വശത്തും ജനാധിപത്യ മതേതരത്വവാദികൾ മറുവശത്തും നടന്ന ഒരു സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ പാറ പോലെ ഉറച്ചു നിന്ന 2 വ്യക്തികളാണ്, അനേകം പേരിൽ പാറ പോലെ ഉറച്ചു നിന്ന 2 വ്യക്തികളാണ് ഇസ്താഖ് സാറും ബാലേന്ദ്രൻ സാറും. 2011 PM ആന്റണി അന്തരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം PM ആന്റണി ഫൗണ്ടേഷൻ രൂപീകരിക്കുകയും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത നാടകങ്ങൾ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ, സ്റ്റാലിൻ അങ്ങനെ മുതലായ നാടകങ്ങൾ പ്രസിദ്ധീകരിക്കാനും അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടൊരു സ്മരണിക ഇറക്കുവാനും PM ആന്റണി ഫൗണ്ടേഷന് കഴിഞ്ഞു. PM ആന്റണി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ആലപ്പുഴ മുനിസിപ്പാലിറ്റി മൈതാനത്ത് വെച്ചായിരുന്നു. ഇതിനെല്ലാം നേതൃത്വം നൽകിയ ആ ഫൗണ്ടേഷന്റെ ചെയർമാൻ തന്നെയായിരുന്നു ബാലേന്ദ്രൻ സാർ. ഞാനതിന്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം പരിപാടികളിൽ ഈ കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ പോലും ബാലേന്ദ്രൻ സാർ പ്രത്യക്ഷത്തിൽ ഒരു ഫോട്ടോയ്ക്ക് പോലും ബാലേന്ദ്രൻ സാർ നിന്ന് കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല. സാറിന്റെ ആത്മാർത്ഥത എന്ത് പരിപാടിക്കും സാമ്പത്തികവും കായികപരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്യുമ്പോൾ പോലും അത് താനാണ് നിർവഹിച്ചിട്ടുള്ളത്, താൻ അതിനകത്ത് പങ്കാളികളാണെന്ന് മറ്റുള്ളവരെ കാണിക്കുവാനായിട്ടുള്ള ഒരു വ്യഗ്രത സാറിനില്ലായി. അതുതന്നെയാണ് സാറിന്റെ ആത്മാർത്ഥതയും സാറിന്റെ സാമൂഹികമായ പ്രസക്തിയെന്നും ഞാൻ ഓർത്തുകൊണ്ട് ഞാനിവിടെ ഈ അനുസ്മരണം അവസാനിപ്പിച്ചു. ബാലേന്ദ്രൻ സാറിനെ പറ്റി പറയുമ്പോൾ വ്യക്തിഗതമായ ജീവിതത്തിൽ അദ്ദേഹം സാമൂഹിക ജീവിതത്തിൽ തികച്ചും യുണീക്കായ മൗലികമായ നിരവധി സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തിത്വങ്ങളിലൊന്നായിരുന്നു ബാലേന്ദ്രൻ സാർ. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം എപ്പോഴും ഒരു ഉത്സവമാക്കി മാറ്റുമായിരുന്നു. ഒരു സെലിബ്രേഷൻ പോലെയാണ് വ്യക്തിജീവിതം. പഠിപ്പിക്കുന്ന ക്ലാസ് മുറിയാണെങ്കിലും ശരി, ബാലേന്ദ്രൻ സാറിന് വളരെ കൗതുകം ഉണ്ടായിരുന്ന ഇലക്ട്രോണിക്സിലുള്ള അറിവുകൾ വെച്ച് ചില പ്രായോഗിക പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു. ഞാനൊക്കെ എൻ്റെ എല്ലാം കൗമാരകാലത്ത് സാറ് ഈ റെക്കോർഡിനകത്ത് ചെമ്പൈയുടെ റെക്കോർഡ് ഇട്ടിട്ട് അത് എന്തൊക്കെയോ അതിനകത്ത് ചില സാങ്കേതിക കാര്യങ്ങൾ ചെയ്ത് ചെമ്പൈ വളരെ വേഗം പാടുന്ന ചെമ്പൈയുടെ ശബ്ദം MD രാമനാഥനെ പോലെ വളരെ വളരെ പതുങ്ങനെയുള്ള ആലാപന രീതിയാക്കി കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കൗതുകങ്ങൾ ബാലേന്ദ്രൻ സാറുണ്ടായിരുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ജീവിതം എപ്പോഴും ഒരു കുട്ടിയെ പോലെ ഉള്ളൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഓണത്തിന് ഉപ്പേരി വറക്കുന്നിടത്ത് പോലും ബോധമുണ്ട്. ഓണത്തിന് ഉപ്പേരി വറക്കുമ്പോൾ തന്നെ ഈ ചീടയും ഏത്തക്ക ഉപ്പേരിയൊക്കെ ഈ വറുത്ത് ഇടുമ്പോഴേക്ക് അതിൻ്റെ ഒരു ആവേശം നമ്മൾ കാണേണ്ട കാര്യമാണ്. അപ്പം ഇതുകൊണ്ട് തന്നെ എന്തിനോടും ഏതിനോടും ആരോടും
എപ്പോഴും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം അത് സാറിനുണ്ടായിരുന്നു. അതൊരു പോളിഷ്ഡ് ലാംഗ്വേജ് ഒന്നും ആയിരിക്കില്ല. മിഡിൽ ക്ലാസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട ഒരു പോളിഷ്ഡ് ലാംഗ്വേജ് ഒന്നും ആയിരിക്കില്ല. അദ്ദേഹം അത്ര സത്യസന്ധവും അകൃത്രിമവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേഴ്സണലായ ജീവിതം. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ലൈഫ്. അതിൻ്റെ പല കാര്യങ്ങളും ഇവിടെ പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം. അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം ഈ UGC വന്ന സമയത്ത് അദ്ദേഹം ഗവേഷണം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ തീസിസ് അവാർഡ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു. PhD കിട്ടി. എന്ന് മാത്രമല്ല, ഈ UGC എന്ന് പറയുന്നത് ഗവേഷണോന്മുഖമായ ഒരു കാഴ്ചപ്പാടോടുകൂടി അധ്യാപകർ ക്ലാസ് മുറിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കമായിട്ടാണ് UGCയുടെ വരവിനെ ബാലേന്ദ്രൻ സാർ കണ്ടത്. പലപ്പോഴും നമ്മുടെ അധ്യാപകന് UGC = ശമ്പള കൂടുതൽ എന്ന് കണ്ട സമയത്താണിത് സംഭവിക്കുന്നത്. ഇതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ട്രേഡ് യൂണിയൻ ജീവിതത്തിലൊക്കെ ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട്. അകാലത്തിൽ തന്നെയുള്ള വേർപാട് ഇനിയും പൊരുത്തപ്പെടാനാവാത്ത മിത്രങ്ങൾ നിരവധിയാണ് അദ്ദേഹത്തിന്. അവരുടെ മനസ്സിൽ, വചനങ്ങളിൽ ഒക്കെ GB ചൈതന്യം നിറയുന്നു. കോളേജിലെ ഏറ്റവും ശക്തമായ പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പായ മൈറ്റി കോമേഴ്സിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. 90കളിൽ അദ്ദേഹം SD കോളേജിലെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചു. അതിനുശേഷം അദ്ദേഹം കോമേഴ്സ് വിദ്യാർത്ഥികൾക്കായി ഒരു പ്രത്യേക പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പ് രൂപീകരിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചു. ശക്തമായ മൈറ്റി കോമേഴ്സ് സ്ഥാപിക്കുന്നതിൽ കഠിനാധ്വാനം ചെയ്തു. NCC, NSS, സ്പോർട്സ് എന്നിവയിൽ മികച്ച ആരാധകനും നേതൃത്വവും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് മൈറ്റി കോമേഴ്സ് ക്ഷിപ്രസാധ്യമായ ഒരു സംഘടനയായി രൂപം കൊടുക്കാൻ കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളിലും വിഷയങ്ങളിലും അദ്ദേഹം വളരെ കർശനമായ വീക്ഷണങ്ങൾ പുലർത്തി വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് വളരെ കർശനമായ നിലപാട് പാലിക്കുന്ന ആളുമായിരുന്നു. പലപ്പോഴും നമുക്ക് അദ്ദേഹത്തിന്റെ തത്വങ്ങൾ പിന്തുടരാൻ കഴിഞ്ഞേക്കില്ല. അദ്ദേഹത്തിന്റെ തത്വങ്ങൾ വളരെ കഠിനമായ സ്വഭാവമുള്ളതാണ്. ജീവിത വൽപ്പത്രം പ്രകാരം കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിന് കൈമാറി. ചേതനയേറ്റ ശേഷവും ആ മനുഷ്യ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഡോക്ടർ G. ബാലചന്ദ്രന്റെ വേർപാട് സമൂഹത്തിനാണ് മൊത്തത്തിൽ വലിയ നഷ്ടമായി മാറിയത്. പകരം കൈവെക്കാനാവാത്ത നഷ്ടം. സത്യസന്ധമായി അംഗീകരിച്ചു പോകുന്നു ഇപ്പോൾ അത് ഏവരും ആ വലിയ നഷ്ടമായി തന്നെ. അധ്യാപകൻ, ടെക്നോക്രാറ്റ്, സംരംഭകൻ, കാരുണ്യപ്രവർത്തകൻ, പാലിയേറ്റീവ് നായകൻ, നാടകപ്രതിഭ, രാഷ്ട്രീയ പ്രവർത്തകൻ, ഫോട്ടോഗ്രാഫർ, നടൻ, കഥകളി നടൻ, സമരപ്പോരാളി, സുഹൃത്ത്, അങ്ങനെ ഹ്രസ്വമായ കാലയളവിൽ GB ആടിത്തീർക്കാത്ത വേഷങ്ങളില്ല. നാടും നഗരവും, കുട്ടനാടൻ വയലേലകളും ബൈപ്പാസും കടലോരവും, പട്ടിണി കിടക്കുന്ന മനുഷ്യരും, കർഷക തൊഴിലാളികളും, ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ എത്രയെത്ര ഗുണഭോക്താക്കൾ. പറഞ്ഞാലും തീരാത്ത അധ്യായങ്ങൾ എഴുതി തീർത്ത ഒരാൾ അങ്ങനെ മറയുകയാണ്.